ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണുന്നത് ഇംഗ്ലീഷിലെ മസ്റ്റ് ഹാവിന്റെ ഉപയോഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു കാര്യം സംഭവിച്ചതായിട്ട് ഊഹിച്ച് ഉറപ്പോടെ പറയുന്നതിനാണ് നമ്മൾ മസ്റ്റ് ഹാവ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ മസ്റ്റ് ഹാവ് വയ്ക്കും. അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് എപ്പോഴും വയ്ക്കുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. മുൻ ക്ലാസ്സിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് കാണുകയുണ്ടായി. ഇപ്പോൾ മസ്റ്റ് ഹാവ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സ്റ്റുഡൻസ് മസ്റ്റ് ഹാവും വിൽ ഹാവും തമ്മിൽ തെറ്റിക്കാറുണ്ട്. കാരണം മലയാളത്തിൽ ഒരേ വാക്കുകൾ തന്നെ കഴിഞ്ഞു പോയതിന് ഇന്നലെ എഴുതിയിട്ടുണ്ടാകും, നടക്കാനിരിക്കുന്നത് സംഭവിക്കാനിരിക്കുന്നത് നാളെ എഴുതിയിട്ടുണ്ടാകും, ഒരേ വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ ഇത് രണ്ടും രണ്ടാ. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണുകയുണ്ടായി. അവൻ ഇന്നലെ എഴുതിയിട്ടുണ്ടാകും. ഹി മസ്റ്റ് ഹാവ് റിട്ടൺ യെസ്റ്റർഡേ. ഹി മസ്റ്റ് ഹാവ് റിട്ടൺ യെസ്റ്റർഡേ. ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഇതിന്റെ നെഗറ്റീവാണ്. ഇതും പ്രശ്നമാണ്. നെഗറ്റീവ് സാധാരണ നമ്മൾ അതേ വാക്കുകളുടെ ഇടയിൽ കൊണ്ടുപോയി നോട്ട് വയ്ക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇംഗ്ലീഷിൽ ഇതിന്റെ നെഗറ്റീവ് ഉപയോഗിക്കുന്നത് ഐ കാണ്ട് ഹാവ് റിട്ടൺ എന്നാണ്. ഇന്നലെ ഞാൻ എഴുതിയിട്ടുണ്ടാകില്ല. നമ്മൾ ഊഹിച്ച് ഉറപ്പോടെ പറയുന്നത് ഐ മസ്റ്റ് നോട്ട് ഹാവ് റിട്ടൺ എന്നല്ല സാധാരണ ഇംഗ്ലീഷിൽ പറയുക. പിന്നെ എങ്ങനെയാണ്? ഐ കാണ്ട് ഹാവ് റിട്ടൺ. ഞാൻ ഇന്നലെ എഴുതിയിട്ടുണ്ടാവില്ല. ഐ കാണ്ട് ഹാവ് റിട്ടൺ. ഓക്കെ. എന്നാൽ ഇതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഐ മസ്റ്റ് നോട്ട് ഹാവ് റിട്ടൺ എന്നും പറയാം. പക്ഷെ അത് വളരെ ചുരുക്കമായിട്ട് ഉപയോഗിക്കുക. കൂടുതലും ഇംഗ്ലീഷിൽ ഐ കാണ്ട് ഹാവ് റിട്ടൺ എന്നാണ് പറയുക. ഇന്നലെ അവൻ വന്നിട്ടുണ്ടാകില്ല. ഹി മസ്റ്റ് നോട്ട് ഹാവ് കം യെസ്റ്റർഡേ എന്ന് പറയാം. പക്ഷെ കൂടുതൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഹി കാണ്ട് ഹാവ് കം യെസ്റ്റർഡേ. അങ്ങനെയാ പറയുക. ഇതിന്റെ നെഗറ്റീവ് ഈ രീതിയിലാണ്. ഒക്കെ പ്രശ്നമാണല്ലേ. ഇന്നലെ അവനത് ചെയ്തിട്ടുണ്ടാകും. ഹി മസ്റ്റ് ഹാവ് ഡൺ ഇറ്റ് യെസ്റ്റർഡേ. ഇന്നലെ അവനത് ചെയ്തിട്ടുണ്ടാകും. ഹി മസ്റ്റ് ഹാവ് ഡൺ ഇറ്റ് യെസ്റ്റർഡേ. ഇനി ഇന്നലെ അവൻ അത് ചെയ്തിട്ടുണ്ടാകില്ല. ഇന്നലെ അവൻ അത് ചെയ്തിട്ടുണ്ടാകില്ല. ഹി കാണ്ട് ഹാവ് ഡൺ ഇറ്റ് യെസ്റ്റർഡേ. അങ്ങനെ നെഗറ്റീവ് പറയുക. പക്ഷെ ഇതും പറയാം. ഹി മസ്റ്റ് നോട്ട് ഹാവ് ഡൺ ഇറ്റ് യെസ്റ്റർഡേ എന്നും പറയാം. പക്ഷെ ഇത് വളരെ ചുരുക്കമായിട്ട് ഉപയോഗിക്കുള്ളൂ. ഇതാണ് കൂടുതൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. അതോടൊപ്പം ഇതിന്റെ നെഗറ്റീവ് തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. ഇത് വേറെയാണ്. നാളെ അവനത് ചെയ്തിട്ടുണ്ടാകില്ല. നാളെ അവനത് ചെയ്തിട്ടുണ്ടാകില്ല. ഹി വിൽ നോട്ട് ഹാവ് ഡൺ ഇറ്റ് ടുമാറോ. ഹി വിൽ നോട്ട് ഹാവ് അല്ലെങ്കിൽ ഹി വോണ്ട്. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹി വോണ്ട് ഹാവ് ഡൺ ഇറ്റ് ടുമാറോ. ഇന്നലെ അവൻ അത് ചെയ്തിട്ടുണ്ടാകില്ല. ഹി കാണ്ട് ഹാവ് ഡൺ ഇറ്റ് യെസ്റ്റർഡേ. ഓക്കെ. ഒരേ വാക്കുകൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഇന്നലെ അവൻ ചെയ്തിട്ടുണ്ടാകില്ല, നാളെ അവൻ ചെയ്തിട്ടുണ്ടാകില്ല. പക്ഷെ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇംഗ്ലീഷിൽ ആ രണ്ടായിട്ട് തന്നെ പറയുക. യെസ്റ്റർഡേ ഹി കാണ്ട് ഹാവ് ഡൺ ഇറ്റ്, ടുമാറോ ഹി വോണ്ട് ഹാവ് ഡൺ ഇറ്റ്. ഓക്കെ. ആ വ്യത്യാസം മനസ്സിലായി എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് നോക്കാം. നമുക്ക് യു വെച്ച് നോക്കാൻ കുറെ കൂടി എളുപ്പമായിരിക്കും പറയാം. യു കാണ്ട് ഹാവ് റിട്ടൺ. യു കാണ്ട് ഹാവ് റിട്ടൺ. നീ എഴുതിയിട്ടുണ്ടാകില്ല. ഇന്നലെ നീ എഴുതിയിട്ടുണ്ടാകില്ല. യു കാണ്ട് ഹാവ് റിട്ടൺ യെസ്റ്റർഡേ. അങ്ങനെ പറയുക. അല്ലെങ്കിൽ ഇതും പറയാം. മസ്റ്റിന്റെ എഴുതിയിട്ടുണ്ട്. മസ്റ്റ് നോട്ടിന്റെ ഷോർട്ട് ഫോം മസ്റ്റിന്റെ ഹാവ് റിട്ടൺ എന്ന് പറയാം. അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് ഹാവ് റിട്ടൺ യെസ്റ്റർഡേ എന്ന് പറയാം. പക്ഷെ അത് ചുരുക്കമായിട്ടാണ് പറയുക. ഇതാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇന്നലെ നീ എഴുതിയിട്ടുണ്ടാകില്ല. യു കാണ്ട് ഹാവ് റിട്ടൺ യെസ്റ്റർഡേ. യു കാണ്ട് ഹാവ് ഗോൺ. നീ പോയിട്ടുണ്ടാകില്ല. യു കാണ്ട് ഹാവ് ഗോൺ. യു മസ്റ്റ് നോട്ട് ഹാവ് ഗോൺ എന്നും പറയാം. യു കാണ്ട് ഹാവ് കം. നീ വന്നിട്ടുണ്ടാകില്ല. യു കാണ്ട് ഹാവ് സ്ലെപ്റ്റ്. നീ ഉറങ്ങിയിട്ടുണ്ടാകില്ല. നിന്റെ മുഖം കണ്ടാൽ അറിയാം കഴിഞ്ഞ രാത്രി നീ ഉറങ്ങിയിട്ടുണ്ടാകില്ല. നമ്മൾ ഊഹിച്ച ഉറപ്പോടെ പറയുകയാണ്. യു കാണ്ട് ഹാവ് സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. യു കാണ്ട് ഹാവ് സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി എന്ന് പറയുന്നത് ലാസ്റ്റ് നൈറ്റ്. യു കാണ്ട് ഹാവ് സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. നീ കഴിഞ്ഞ രാത്രി ഉറങ്ങിയിട്ടുണ്ടാകില്ല. ഓക്കെ. യു കാണ്ട് ഹാവ് ഹെൽപ്ഡ്. യു കാണ്ട് ഹാവ് ഹെൽപ്പ്. നീ സഹായിച്ചിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് ഹാവ് ഹെൽപ്ഡ് എന്നും പറയാം. പക്ഷെ ഇതാണ് കൂടുതൽ ഉപയോഗിക്കുക. യു കാണ്ട് ഹാവ് ആസ്ക്ഡ്. നീ ചോദിച്ചിട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ ഹി ഉപയോഗിക്കാം. ഹി കാണ്ട് ഹാവ് റിട്ടൺ. അവൻ എഴുതിയിട്ടുണ്ടാകില്ല. ഹി കാണ്ട് ഹാവ് ഗോൺ. അവൻ പോയിട്ടുണ്ടാകില്ല. ഹി കാണ്ട് ഹാവ് കം. അവൻ വന്നിട്ടുണ്ടാകില്ല. ഹി കാണ്ട് ഹാവ് സ്ലെപ്റ്റ്. അവൻ ഉറങ്ങിയിട്ടുണ്ടാകില്ല. ഹി കാണ്ട് ഹാവ് ഹെൽപ്ഡ്. അവൻ സഹായിച്ചിട്ടുണ്ടാകില്ല. ഹി കാണ്ട് ഹാവ് ആസ്ക്ഡ്. അവൻ ചോദിച്ചിട്ടുണ്ടാകില്ല. അടുത്തത് ഷീ ഇതുപോലെ തന്നെയാണ്. ദേ വെച്ച് നോക്കാം. ദേ കാണ്ട് ഹാവ് റിട്ടൺ. അവർ എഴുതിയിട്ടുണ്ടാകില്ല. ദേ കാണ്ട് ഹാവ് ഗോൺ. അവർ പോയിട്ടുണ്ടാകില്ല. ദേ കാണ്ട് ഹാവ് കം. അവർ വന്നിട്ടുണ്ടാകില്ല. ദേ കാണ്ട് ഹാവ് സ്ലെപ്റ്റ്. അവർ ഉറങ്ങിയിട്ടുണ്ടാകില്ല.
They can't have helped, അവർ സഹായിച്ചിട്ടുണ്ടാകില്ല. They can't have asked, അവർ ചോദിച്ചിട്ടുണ്ടാകില്ല. ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ ചോദ്യവും നെഗറ്റീവ് ചോദ്യമൊന്നും ചോദിക്കാറില്ല, വേറെ രീതിയിലൊക്കെയാണ് ചോദിക്കുക. ഇത് വെച്ച് അങ്ങനെ ചോദിക്കാറില്ല. ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതിന്റെ പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയണം. ഈ വിൽ ഹാവും മസ്റ്റ് ഹാവും തമ്മിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞാൽ തെറ്റ് വരില്ല. ആദ്യം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നോക്കുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. സംഭവിച്ച അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാര്യം ഊഹിച്ച് ഉറപ്പോടെ പറയുന്നതിനാണ് മസ്റ്റ് ഹാവ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പോടെ ഊഹിച്ച് പറയുന്നതിനാണ് നെഗറ്റീവ്. പക്ഷെ ഇവിടെ നെഗറ്റീവ് നമ്മൾ ഇതാണ് കൂടുതൽ ഉപയോഗിക്കുക. I can't have returned, he can't have gone, they can't have come. ആ രീതിയിലാണ് പറയുക. ഇതും ഉപയോഗിക്കാം, പക്ഷെ വളരെ ചുരുക്കമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപ് ഇവ തമ്മിലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് വെർബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. വെർബിന് ക്രിയയ്ക്ക് മറ്റു ഫോംസും ഉണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 4 എണ്ണം. അത് എപ്പോഴും പഠിക്കണം. വെർബിന്റെ ആ 16 ലിസ്റ്റുള്ള എല്ലാ വെർബ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം മറ്റു വെർബ്സും പഠിക്കണം, പുതിയ വാക്കുകൾ പഠിക്കണം. പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഒഴുക്കോടെ സംസാരിക്കാനാവില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ,
ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ അവസാനത്തേതും ആയ 16ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വെർബിന്റെ ഫോംസിൽ 4 ഫോംസ് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവ പഠിക്കണം നിർബന്ധമായിട്ടും. മറ്റൊന്നുള്ളത്, ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും. അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, സിംഗ്, സാങ്, സങ്, swim, swam, swum, ring, rang, rung, sing, sang, sung, shrink, shrank, shrunk, swing, swang, sprang. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അവ കാണാം. ബാങ്, ബാങ്ക്ഡ്, ബാങ്ക്ഡ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്, കോം, കോംഡ്, കോംഡ്, ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്, ക്രഷ്, ക്രഷ്ഡ്, ക്രഷ്ഡ്, curl, curled, curled, fold, folded, folded, itch, itched, itched, need, needed, needed, object, objected, objected, obtain, obtained, obtained, order, ordered, ordered, peck, pecked, pecked, perform, performed, performed, permit, permitted, permitted, please, pleased, pleased, possess, possessed, possessed, pour, poured, poured, provide, provided, provided, release, released, released, rely, relied, relied, surround, surrounded, surrounded. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കുക, അർത്ഥമൊക്കെ പഠിക്കണം. ചില വെർബുകളിൽ നമ്മൾ കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ IS എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം. അല്ലെ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.